വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, നമ്മുടെ രാജ്യത്ത് ബിപിൻ റാവത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. 2.5 ശത്രുക്കളുമായിട്ടാണ് നമ്മൾ ഏറ്റുമുട്ടുന്നത്. ഒരു 0.5 എന്ന് പറയുന്നത് നമ്മുടെ ആഭ്യന്തര ശത്രുക്കളാണ്. പക്ഷെ ഈ ആഭ്യന്തര ശത്രുക്കൾ ഈ 0.5-ൽ നിന്ന് ഈ ആ 0.5-ന്റെ പകുതിയായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ഡൗട്ട് പല ആൾക്കാരും പ്രചരിപ്പിക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഓരോ ഘട്ടം കഴിയും തോറും ഈ 0.5-നെ ഘട്ടം ഘട്ടമായി തീർത്തു കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിനകത്ത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഡീപ് സ്റ്റേറ്റിന്റെ പണം വാങ്ങിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന പല ആൾക്കാരുമാണ് ഇവർ. അതിൽ ഒരെണ്ണത്തിനെ കഴിഞ്ഞ ദിവസം അമിത്ഷാ സമ്പൂർണ്ണമായിട്ട് പൂട്ടിക്കെട്ടിയിരുന്നു. നക്സലിസം മാർച്ചോടുകൂടി അത് സമ്പൂർണ്ണമായിട്ട് പൂട്ടിക്കെട്ടുമെന്ന് പറഞ്ഞു. തലൈവർ സൊൽറതാ സേവ്രത മട്ടുന്താ സൊല്ലുക എന്ന് പറയുന്നത് പോലെ അദ്ദേഹം അത് കഴിഞ്ഞ ദിവസം വളരെ വികാര നിർഭരമായിട്ടുള്ള ഒരു പ്രസംഗം അദ്ദേഹം പാർലമെന്റിൽ നടത്തുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. നമ്മൾ കൊടുത്തിരുന്നു ആ പ്രസംഗം, പാർലമെന്റിലെ പ്രസംഗം നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ കൊടുത്തിരുന്നു. ആ ഇൻസ്റ്റാഗ്രാം, അതെ. അപ്പോ ആ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു കാര്യങ്ങൾ പറയുമ്പോൾ പാർലമെന്റ് സൈലന്റ് ആയിരുന്നു. കാരണം സാധാരണഗതിയിൽ അമിത്ഷാ സംസാരിക്കുമ്പോൾ പാർലമെന്റ് സൈലന്റ് ആവാറില്ല. അമിത്ഷാ എന്തെങ്കിലും പറയുമ്പോൾ വളരെ പ്രകോപനപരമായിരിക്കും അത്. അമിത്ഷായുടെ ഏറ്റവും പ്രകോപനപരമായിട്ടുള്ള ഇതെല്ലാം ഫേമസ് ആണല്ലോ. അപ്പോ ഈ പൗരത്വ നിയമ ഭേദഗതി സമയം വന്നപ്പോ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് അപ്പുറത്ത് നിന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോ പാക് അധീന കശ്മീരിന്റെ ഭാഗമല്ലേ അഫ്ഗാനിസ്ഥാൻ, ആ ബോർഡർ പങ്കിടുന്നില്ലേ, പാക് അധീന കശ്മീരിന്റെ ആരുടേതാണ്? പാക് അധീന കശ്മീരിന് വേണ്ടി അമിത്ഷാ ഇങ്ങനെ നെഞ്ചത്തടിച്ചിട്ട് പറഞ്ഞു ജാൻ ദേദേംഗെ ഹം പാക് അധീന കശ്മീർ, പാക് അധീന എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വികാര നിർഭരമായിട്ടുള്ള പ്രസ്താവന അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഈ നക്സൽ ബാധിത പ്രദേശങ്ങളെ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടോ? ഈ പെൺകുട്ടികളുടെ കയ്യിൽ ഒരു ക്യൂടെക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ ലിപ്സ്റ്റിക് ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർക്ക് ഉപയോഗിക്കാൻ ഒരു നാപ്കിൻ ഉള്ളത് നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് വളരെ വികാര നിർഭരമായിട്ടുള്ള ഒരു പ്രസംഗം. അത് ഭയങ്കര കയ്യടി നേടിയ ഒരു പ്രസംഗമായി പോയി. അപ്പൊ അതിനുശേഷം ഇവരെ സമ്പൂർണ്ണമായിട്ട് പൂട്ടിക്കെട്ടി ഇവർക്ക് ഫണ്ട് ചെയ്യുന്ന FCRA FCR എന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് കൊണ്ടുവന്ന് അതിൽ ഭേദഗതി നടത്തി ആ NGO-കളെ പൂട്ടിക്കെട്ടാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നു. അന്ത്യശാസന കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയോ നടക്കാതിരിക്കുകയോ എന്ത് വേണോ നിങ്ങൾ ചെയ്തോ, അതൊന്നും നമ്മുടെ വിഷയമല്ല, ഇനി ചർച്ചയില്ല ഇതിലെന്നാണ് പറയുന്നത്. പല ആൾക്കാരും ഇവിടെ പ്രചരിപ്പിച്ചിരുന്നത് കേരളത്തിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഞെരുക്കാനാണ് നരേന്ദ്രമോദി ഇത് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കിരൺ റിജിജു പറഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുകയോ നടക്കാതിരിക്കുകയോ എന്തും ചെയ്തോ, ഇനി ഇതിനകത്ത് ഒരു ചർച്ചയില്ല, ആർക്ക് വേണ്ടി ഇത് മാറ്റാനായിട്ട് തയ്യാറല്ല എന്ന് പറഞ്ഞു. ഈ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ പ്രചരിപ്പിക്കുന്നത് 16% NGO-കളിൽ 13% ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെതാണെന്ന്. ഒരു പള്ളിയിലച്ഛൻ തന്നെ വന്ന് പറഞ്ഞു 16% ഈ 2-3% നമുക്കുള്ളത്, ബാക്കിയെല്ലാം ഭൂരിപക്ഷത്തിൻ്റെതാണ് NGO എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പല വലിയ പ്രവർത്തനങ്ങളും നടത്തി ഈ ഡീപ് സ്റ്റേറ്റിനെ എന്നേക്കുമായി നമ്മുടെ രാജ്യത്ത് നിന്നും അകറ്റി നിർത്തുക, ഒരു ഗ്യാപ്പ് ഇട്ട് നിർത്തുക, അവർക്ക് നമ്മുടെ രാജ്യത്തെ എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത രീതിയിൽ അകറ്റുക എന്നുള്ള പ്രവർത്തനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വർഷത്തോടു കൂടി എന്ന് പറഞ്ഞാൽ ഈ 2026 അവസാനിക്കുമ്പോഴേക്കും ഇന്ത്യക്കകത്ത് നിന്ന് ഈ ഡീപ് സ്റ്റേറ്റിന്റെ സമ്പൂർണമായിട്ടുള്ള കരങ്ങൾ അത് എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം ഊറ്റിക്കളയും എന്നാണ് പല ആൾക്കാരും പറയുന്നത്. ഇത് നടക്കുന്ന കേസാണോ? എങ്ങനെയായിരിക്കും ഇതിന്റെ പ്രവർത്തനങ്ങൾ? ധനുഷ് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് 0.5 എന്ന് പറയും. 0.5 ശത്രുക്കൾ എന്ന് പറയും. പ്രേക്ഷകർക്കുടെ ക്ലാരിറ്റിക്ക് വേണ്ടി നമുക്ക് അതിനെ ഒന്ന് വിശദീകരിക്കാം. 0.5-ഉം ഡീപ് സ്റ്റേറ്റും ഇത് 2 തലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഗ്യാങ് ആണ്. ഈ 0.5-ൽ പ്രത്യക്ഷമായിട്ട് ആക്രമണകാരികൾ ആരെന്ന് വെച്ചാൽ പോപ്പുലർ ഫ്രണ്ട്, പിന്നെ മണിപ്പൂരിൽ നടക്കുന്ന വിഘടനവാദികള്, മാവോയിസ്റ്റുകള്, അതുപോലെ തന്നെ പ്രത്യക്ഷമായ സമരരംഗത്ത് എത്തുന്ന വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നത് ഇവര് പ്രത്യക്ഷമായിട്ടുള്ള 0.5-ലെ ടീമുകളാണ്. ഇനി ഇവരുടെ ബാക്ക് ഉണ്ട് മറ്റൊരു വിഭാഗം. അതാരൊക്കെ NGOs, ഇവർക്ക് വേണ്ട ഫണ്ടുകൾ വിദേശത്ത് നിന്ന് എത്തിച്ചു കൊടുക്കുന്ന NGOs. മറ്റൊന്ന് എന്ന് പറയുന്നത് മാധ്യമങ്ങൾ, ഒരുപിടി മാധ്യമങ്ങൾ, ഇവർക്ക് സപ്പോർട്ടും ഈ രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർ. മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ അത് സോഷ്യൽ മീഡിയ കൂടി വരുന്നവരാണ്. 4 ഉദ്യോഗ തലത്തിൽ ഇരിക്കുന്നവർ, ഉദ്യോഗ തലത്തിൽ ഉള്ള രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുകയും ഇല്ലെങ്കിൽ ഉദ്യോഗ തലത്തിൽ വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നവർ. 4 എന്ന് പറയുന്നത് ഭരണത്തിലുള്ളവരാണ്. അതായത് ഈ ടീമുകളെല്ലാം കൂടെ ചേർന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടവരെ ഓരോ സ്റ്റേറ്റിലും അധികാരത്തിലേറ്റും. ഇപ്പൊ കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയിരുന്നു. കോൺഗ്രസ് ആയിരുന്നല്ലോ ഈ പറയുന്ന ഛത്തീസ്ഗഡിലും മറ്റുള്ളതും ഒക്കെ ഭരിച്ചിരുന്നത്. കോൺഗ്രസിനെ അധികാരത്തിലേറ്റുക, തങ്ങളുടെ തോന്നിവാസം നടത്താൻ ഒരു സർക്കാരിനെ അധികാരത്തിൽ. അങ്ങനെ പൊളിറ്റിക്സ്, മീഡിയ, മാഫിയ, NGO ഇവരാണ് പരോക്ഷമായി നിൽക്കുന്ന ഈ പറയുന്ന മറ്റൊരു വിങ്, 0.5-ലെ അടുത്ത വിങ്. ഈ രണ്ടും കൂടെ ചേരുമ്പോഴാണ്
ഡീപ് സ്റ്റേറ്റും ഈ പറയുന്ന ഇവരും കൂടി ചേർന്നതിനാണ് നമ്മൾ ടോട്ടൽ 0.5 എന്ന് പറയുന്നത്. 2023 കൂടി ഏതാണ്ട് ഇപ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പ്രത്യക്ഷ ഗ്രൂപ്പുകളെ ഇല്ലാതാക്കി. പക്ഷേ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പോൾ പഴയതുപോലെ അവർക്ക് ഫണ്ടുകൾ വലിയ രീതിയിൽ വരുന്നില്ല. അതിന് അനവധി കാരണങ്ങളുണ്ട്. ഒന്ന്, കള്ളനോട്ട് അല്ലെങ്കിൽ നോട്ട് നിരോധനം വന്നുകൂടി കള്ളനോട്ട് പരിപാടി ഇല്ലാതായി. പാകിസ്ഥാനായിരുന്നു വലിയ ഇൻകം. രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഫണ്ട് വരാൻ കഴിയാത്ത സാഹചര്യം, അവർ അനവധി പ്രശ്നങ്ങളിൽപ്പെട്ട് കിടക്കുന്നതുകൊണ്ടും മറ്റിടങ്ങളിലേക്ക് ഫണ്ട് പോകേണ്ടത് കൊണ്ടുമാണ് തൽക്കാലത്തേക്ക് അതിന്റെ ശമനം വന്നിരിക്കുന്നത്. വളരെ കുറഞ്ഞ രീതിയിലാണ് അതിൽ ഫണ്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത ഘട്ടം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നതാണ് 2026 എന്ന് പറഞ്ഞാൽ അടുത്ത ഘട്ടം. ഇവിടെ കുറെ NGO ഉണ്ട്. നമ്മുടെ രാജ്യത്ത് 30 ലക്ഷം NGO-കളാണ് ഉള്ളത്. അതിൽ 16,900 NGO-കൾ FRCയുടെ ഈ രജിസ്ട്രേഷൻ ഉള്ള സംഘടനകളാണ്. ശരിയാണ് ആ പറഞ്ഞത് മുഴുവൻ. അത് മുഴുവൻ ക്രിസ്തീയ സംഘടനകളൊന്നുമല്ല, തെറ്റിദ്ധാരണയാണത്. അതിനകത്ത് ഏറെക്കുറെയൊക്കെ ഹിന്ദുക്കളുടെ ഉണ്ട്, മുസ്ലിംസിന്റെ ഉണ്ട്, സിഖുകാരുടെ ഉണ്ട്. സിഖുകാരും ഈ രാജ്യത്തുള്ളവർ തന്നെയാണ്. സിഖുകാരുടെ ഉണ്ട്, അനവധി പേരുടെ ഉണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തിനുണ്ട്. അവരുടെ ഒരു 4 സംഘടനയാണ് 2014 ഈ ലൈസൻസ് റദ്ദാക്കിയത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ മാതാമൃതാനന്ദയുടെ ഒരു സംഘടനയുടെ ഇത് ലൈസൻസ് അവർ 2014 14,000-ഓളം എണ്ണത്തിന്റെ ലൈസൻസ് റദ്ദ് ചെയ്ത്. അതിനകത്തൊക്കെ ഇവരുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. കാരണം ഈ FCRA രജിസ്ട്രേഷനുള്ള സംഘടന മാത്രമല്ല ഉള്ളൂ, വ്യക്തികൾക്കും എടുക്കാം. ഞാനൊരു നന്മമരം ആണെങ്കിൽ, എന്താണ് ഓപ്പറേഷൻ പൈസ സംഘടിപ്പിക്കുന്ന ആളാണെങ്കിൽ, ഇല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ലൈസൻസ് സംഘടിപ്പിക്കുകയും വിദേശത്ത് നിന്ന് പണം വരികയും ഈ പണം ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ഈ പണം മറ്റ് വിധ്വംസക പ്രവർത്തകർ, കാരണം ഈ പണം അയക്കുന്നത് ആരാണ്? പുറത്തു നിന്നുള്ള ഭീകര സംഘടനകളാണ് പല രൂപത്തിൽ ഈ പണം അയച്ചു കൊടുക്കുന്നത്. അവർക്ക് ഇവിടെ കിഡ്നി മാറ്റി വെച്ചു കൊടുക്കാനല്ല അവർ അയക്കുന്നത്. ഒരു കിഡ്നി മാറ്റി വെക്കുന്നതിന് വരുന്ന തുക 10 കോടി 20 കോടി രൂപയാണ്. ബാക്കിയുള്ള കോടികൾ എങ്ങോട്ടാണ് പോകുന്നത്? അത് അവരിങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുകയാണ്. അതായത് ഇങ്ങനെ ഇതുണ്ട്, ഒരു ചാരിറ്റബിൾ സംഘടനയാണ്, ഇല്ലെങ്കിൽ ഇവര് പരിസ്ഥിതി സംഘടനയാണ്, ഇല്ലെങ്കിൽ ഇവര് ദാരിദ്ര്യം മാറ്റുന്ന സംഘടനയാണ്. അപ്പൊ ദാരിദ്ര്യം മാറ്റി ഇത് നമ്മൾ കണ്ടതാണ്. നേപ്പാളില് അവിടെ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്ത വാർത്ത, അവിടെ അമേരിക്കയുടെ 1-2 ചാരിറ്റബിൾ സംഘടന വന്നിട്ട് യുവാക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനെന്ന് കുറച്ചാൾ വിദ്യാഭ്യാസം കൊടുത്തിരുന്നു. അതിന്റെ റിസൾട്ട് നമ്മൾ കണ്ടതാണല്ലോ. ഒരു ജൻസി കലാപം നടന്നില്ല അവിടെ. അന്ന് ഈ സംഘടനകളുടെ പേര് പുറത്തു വന്നിരുന്നു. ആ കലാപം നടക്കുന്നതിന് മുമ്പ് നമ്മൾ ആ വാർത്ത എടുത്തു. ആ സംഘടനകളുടെ പേര് സഹിതം നമ്മൾ പറഞ്ഞിരുന്നു. ഈ സംഘടനകൾ നമ്മുടെ ഇന്ത്യൻ അതിർത്തിയുടെ നേപ്പാൾ ഭാഗത്തുള്ള ആ ഭാഗത്ത് ഇവർ കോച്ചിങ് കൊടുക്കുന്നു. സമാനമായ കാര്യമാണ് ഇപ്പോൾ മണിപ്പൂർ നടന്നത്. അതായത് ഈ NGO-കളുടെ മറവിൽ വലിയ രീതിയിൽ തന്നെ തീവ്രവാദികളുടെ ഫണ്ട് എത്തുന്നുണ്ട്. തീവ്രവാദികളെ സംബന്ധിച്ച് വിദേശത്ത് നിന്ന് അവർക്ക് ഫണ്ട് അയക്കാൻ എളുപ്പമുള്ള മാർഗം ചാരിറ്റിക്ക് കൊടുക്കുകയാണ്. ഇതിന് യാതൊരു കയ്യും കണക്കുമില്ല, ഇല്ലെങ്കിൽ വ്യാജ കണക്കുകൾ ഉണ്ടാക്കുന്നു. കണക്കുകൾ ഉണ്ടാക്കിയിട്ട് ഇവൻ ഒരു 10 രൂപ എടുക്കും, ബാക്കി വരുന്നത് 90 രൂപ. 100 രൂപയാണ് അയക്കുന്നതെങ്കിൽ 10 രൂപ ഇവരെടുക്കും. 90 രൂപയും നക്സലുകൾക്കോ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്കോ ഇല്ലെങ്കിൽ മണിപ്പൂരിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കോ വേണ്ടി കൊടുക്കും. ഇതിൽ കുറച്ച് ചിലപ്പോൾ മറ്റു പ്രവർത്തനം, ഇതിനകത്ത് എല്ലാവരും മോശക്കാരാണെന്നല്ല പറയുന്നത്. എല്ലാത്തിലും നല്ലതും ചീത്തതയും ഉണ്ട്. അതിൽ ഈ രാജ്യത്തിന് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ കഴിയും. ലോകത്ത് വേറെ എവിടെയെങ്കിലും നടക്കുമോ? ഇതിനൊക്കെയുള്ള ഈ തലവരിത്തരം വേറെ ഒന്നും നടക്കത്തില്ല, ഇവിടെ നടക്കത്തുള്ളൂ എന്നൊരു തോന്നലുണ്ടായിരുന്നു എന്ന് 2013 അതായത് 2014 ശ്രീമാൻ നരേന്ദ്രമോദി അധികാരം ഏറ്റെടുക്കുമ്പോൾ ഈ രാജ്യത്ത് 126 ജില്ലകൾ നക്സൽ ബാധിത മേഖലകളായിരുന്നു. നക്സലുകളുടെ കയ്യിലുള്ള 35 ജില്ലകളുണ്ടായിരുന്നു. അവിടെ സർക്കാരിന് ടാക്സ് പിരിക്കാൻ കഴിയില്ല, പോലീസിന് കടന്നു ചെല്ലാൻ കഴിയില്ല, ഒരു വികസന പ്രവർത്തനം നടത്താൻ കഴിയില്ല. ചെക്ക് പോസ്റ്റുകൾ വെച്ചിരിക്കുകയാണ് ഈ നക്സലുകൾ 35 ജില്ലകളിൽ. ഇന്ന് അതെല്ലാം ഇല്ലാതായി. നമ്മൾ ആഗസ്റ്റ് 15 ജനുവരി 26 വാർത്ത നൽകാറുണ്ട് നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ. നക്സൽ ബാധിത മേഖലയിൽ പാറിക്കളിച്ച ത്രിവർണ്ണ പതാക എന്ന് പറഞ്ഞു. 70 വർഷത്തിന് ശേഷമാണ് അവിടെ ഒരു ത്രിവർണ്ണ പതാക പറക്കുന്നത്. ആ കുട്ടികൾക്ക് പോലും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഒന്നുമില്ല. അതായത് ഇവർക്ക് ഫണ്ടെത്തിക്കുക, ആ മേഖലയ്ക്ക് ഒരു മതപരിവർത്തനം നടത്തുന്നു. മതപരിവർത്തനം അല്ല നടത്തുന്നത്, ഒരാളെ കൂട്ടുന്നു, അവന്റെ വീഡിയോയും കാര്യങ്ങളും എടുക്കുന്നു, ഇത് പുറത്തെത്തിക്കുന്നു. ആ വകുപ്പിൽ കുറെ കിട്ടുന്ന ഫണ്ടുകൾ ഇത് അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോഴെന്താണ് വലിയ രീതിയിൽ തന്നെ ഈ മതം മാറിയവരൊക്കെ തിരിച്ചു വരുന്നതിന് കാരണം എന്താണ്? കാരണം ഈ നക്സൽ മേഖലയിൽ നിന്ന് നക്സലുകളുടെ പിടി അഴിഞ്ഞു പോവുകയും കേന്ദ്ര സർക്കാർ വലിയ പദ്ധതികൾ കൊണ്ടുവരികയും ഈ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ തുറക്കുകയും വിദ്യാഭ്യാസം നൽകുകയും വലിയ രീതിയിൽ അവർക്ക് സ്കോളർഷിപ്പുകൾ കൊടുക്കാതെ 10,000 രൂപയാണ് ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിൽ എത്തുന്ന ഗോത്രവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് സർക്കാർ കൊടുക്കുന്ന മാസം. പണി പഠിപ്പിക്കുകയാണ്, എന്നിട്ട് ജോലി വാങ്ങി കൊടുക്കുന്നു. റോഡ് വന്നു, 17,000 കിലോമീറ്റർ റോഡാണ് ഈ നക്സൽ ബാധിത മേഖലയിൽ വന്നത്. അതുപോലെ തന്നെ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളായിരുന്നില്ല, മൊബൈൽ ടവറുകൾ ഇല്ലായിരുന്നു. 4,000 മൊബൈൽ ടവറുകളാണ് ഉള്ളത്. 2,000 മൊബൈൽ ടവറുകൾ 2G നിന്നും 4G ആക്കി മാറ്റി. ബാങ്കിങ് മേഖല, പോസ്റ്റ് ഓഫീസുകൾ 666 പോസ്റ്റ് ഓഫീസുകൾ ബാങ്കായി മാറി. അതായത് ഇവരെ
ബാങ്ക് ആക്കിക്കൊണ്ടും സർക്കാരിന്റെ സഹായങ്ങളും സർക്കാരിന്റെ വികസനങ്ങളും ആ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവർക്ക് പുറം ലോകം കാണാൻ കഴിയും. അത് ഇത്രയും ആളുകളെ അടിമകളാക്കി വെക്കുകയും പല NGO, ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഞങ്ങൾക്ക് പറയുമ്പോൾ ആർക്കും ബുദ്ധിമുട്ട് തോന്നിട്ട് കാര്യമില്ല. ഈ പുരുലിയയില് നക്സലുകൾക്ക് ആയുധങ്ങളും പണവും എത്തിച്ചു കൊടുത്ത ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ. ആ കേസ് എവിടെ പോയി? ആവിയായിട്ട് പോയില്ലേ? വിദേശത്തുനിന്ന് വന്ന വിമാനം മുകളിൽ നിന്ന് താഴോട്ട് ആയുധം ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഈ സ്റ്റെയിൻസ്വാമി എന്തിനാണ് പിടിച്ചത്? മാവോയിസ്റ്റുകൾക്കും അതുപോലുള്ള നക്സലുകൾക്കും പണം കൈമാറ്റം ചെയ്യുകയും അതിന്റെ ലഘുലകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടല്ലേ ഇവാഞ്ചലിസ്റ്റ് നേതാവായ സ്റ്റെയിൻസ്വാമിയെ പിടിച്ചു. ഇതൊക്കെ പറയുമ്പോൾ എന്തിനാ പൊള്ളുന്ന കാര്യം? അപ്പം രാഷ്ട്രീയം ഇതിൽ കളിച്ചിട്ട് കാര്യമില്ല. രാഷ്ട്രമാണ് വലുത്. രാഷ്ട്രീയം നോക്കിയിട്ടല്ല നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്, രാഷ്ട്രീയം നോക്കിയിട്ട് തന്നെയാണ്. കാരണം ഈ രാജ്യം ഉണ്ടെങ്കിൽ ഈ കൂത്താളികൾക്ക് കൂത്താളാനെങ്കിലും ഒരു മണ്ണുണ്ടാകത്തുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. രാഷ്ട്രീയമല്ല. രാഷ്ട്രീയം ഇപ്പം 9-ാം തീയതി BJP കേരളം ഭരിക്കാൻ പോകുന്നുണ്ടോ? അത് BJPക്കാർക്ക് പോലും അറിയാം. കേരളം ഭരിക്കാനൊന്നും പോകുന്നില്ല. ഇവിടെ കുറെ പേര് FCR തുള്ളിയത് കൊണ്ട് FCR മാറ്റിവെക്കാൻ കഴിയില്ല. ആരെങ്കിലും കോടതി പോയി കഴിഞ്ഞാൽ ഇത് ചോദ്യം ചെയ്യുകയല്ലേ, പിന്നെയും ഇത് ചർച്ചകൾ നിറയുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ എന്താണ് 72 സീറ്റ് കിട്ടാൻ ഇനി ഒരു സീറ്റിന്റെ കുറവുകൂടെ ഉള്ളൂ. അത് ചിലപ്പോൾ അങ്കമാലിന്നോ ഇല്ലെങ്കിൽ മറ്റെവിടെങ്കിലും നിന്നോ കിട്ടും. മെത്രാമാരെ പണക്കെ കിട്ടത്തില്ല എന്ന് ലോകത്ത് ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ? അത് BJPക്ക് സീറ്റ് കിട്ടുന്നതായിരിക്കാം. അത് BJP വളർത്തിക്കൊണ്ടുവന്ന അവരോട് ഞാൻ ചോദിച്ചിട്ട് ക്രിസ്ത്യാനികളല്ല ഇവർ പറയുന്നത് കേൾക്കുമെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. കാരണം ഈ ദേശ സ്നേഹമുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കാർക്കും ഈ ഫണ്ട് കിട്ടിയിട്ടുമില്ല. അവർക്കൊന്നും അറിയത്തില്ല. പലരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഈ FCR എന്ന് പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. എന്താണ് ഈ സംഭവം? അവർക്ക് അറിയാമായിരുന്നു ഒരു കാര്യം, വേറൊന്നും കൊണ്ടല്ല, പണം എവിടുന്നോ വരുന്നുണ്ട്. അതെല്ലാവരും പാട്ടാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇത് എങ്ങോട്ട് പോകുമെന്ന് മാത്രം അവർക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ എല്ലാം തെളിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഏതായാലും ഇനി വരാൻ പോകുന്ന നാളുകൾ 2026 അവസാനമാകുമ്പോഴേക്കും എല്ലാം ഒന്ന് കലങ്ങിത്തെളിയും. സ്വാഭാവികമായി തന്നെ ഇത് ഇല്ലാതാകുക തന്നെ ചെയ്യും. FCR എന്തായാലും ഏത് രൂപത്തിലായാലും മാറ്റമൊന്നും വരില്ല. ഡിസ്കഷൻ നടത്തും, ഇവരുടെ ആശങ്കകൾ പരിഹരിക്കും, അത് ഉറപ്പാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പ്രധാനമന്ത്രി നാളെയോ മറ്റോ എത്തുമ്പോൾ ഇവരുടെ നേതാക്കളെ കണ്ട് ഇവർക്ക് എന്താണോ ഡൗട്ട് എന്നുള്ളത് ക്ലിയർ ചെയ്ത് കൊടുക്കും. പിന്നെ ഇവിടെ ഈ ഇലക്ഷന് ഇപ്പൊ വന്ന് ഈ കുറെ മതമേലധ്യക്ഷന്മാരൊന്നും സംസാരിച്ചില്ലേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? ഇവരെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. 2016 ഇവർ വന്നിരുന്നു ഇലക്ഷന് മുമ്പ്. ഇവർക്ക് കോൺഗ്രസിന് അധികാരത്തിലേറ്റണം. കോൺഗ്രസും ഇവരും കൂടെ ചേർന്ന് നിർണാടകമാണ്. ഇവർ 2019 വന്നിരുന്നു. 2021 ഇവർ പൗരത്വ ഭേദഗതിക്ക് അനുകൂലമായിട്ട് ഈ പറയുന്നവരെല്ലാം, ഈ മെത്രാന്മാരെല്ലാം തന്നെയാണ് അന്നും ഉണ്ടായിരുന്നത്. 2024 ഇവർ മണിപ്പൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇലക്ഷൻ ടൈമത്തിനാണ് ഇവർ വന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ എത്ര കാലം ഈ ഇലക്ഷൻ ടൈമിൽ ഈ നാടകം കളിക്കും? ഇത് അവസാനത്തെ നാടകമാണ്. ഇനിയൊരു നാടകം ഇല്ല. കാരണം FCR നടപ്പാക്കുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു ഡൗട്ടും വേറെ ആർക്കുമില്ല. അതിനകത്ത് ഡൗട്ട് വിചാരിക്കേണ്ട കാര്യമേ ഇല്ല. പിന്നെ ഇപ്പോ നിങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ആ ഒരു പാർട്ടി നിലകൊള്ളുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവരുമായി ഡിസ്കഷൻ നടത്തിയിട്ട് നിങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ച് കൊടുക്കുകയാണ്. അതല്ലാതെ ബലം പിടിച്ചുകൊണ്ട് ഞങ്ങൾ വിറക്കി എന്നൊരു കാരണം നിങ്ങൾക്കൊണ്ട് വിറക്കില്ല. ഈ രാജ്യം വിറക്കില്ല. കാരണം നിങ്ങളല്ല, അതിനപ്പുറത്തേക്ക് ദേശത്തെ സ്നേഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ഏതെങ്കിലും മതമേലധ്യക്ഷന്മാര് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ ഈ രാജ്യത്ത് ഹിന്ദു മതമേലധ്യക്ഷന്മാര് പറഞ്ഞു, ഈ രാജ്യത്ത് എന്തെങ്കിലും ചലനം ഉണ്ടാകുമോ? ഇല്ല. ഇസ്ലാമിക മതമേലധ്യക്ഷന്മാർ പറഞ്ഞു എന്തെങ്കിലും ചലനം ഉണ്ടാകുമോ? ഇല്ല, ആരുമില്ല. പിന്നെ അവരൊക്കെ മതമേലധ്യക്ഷന്മാരായതുകൊണ്ട് തന്തയ്ക്ക് വിളിക്കുന്നില്ലെന്നേ ഉള്ളൂ. മാന്യമായിട്ട് ആൾക്കാർ കമന്റ് ഇടുന്നു താഴെ വന്ന്, അല്ലെങ്കിൽ പിതാവേ എന്നാണ് വിളിക്കുന്നത്. നമ്മളൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്, നമ്മുടെ തന്തയ്ക്ക് വിളിച്ചതന്നെ. അതാണ് ഇവർ നമ്മൾ ആകെ വ്യത്യാസം. പക്ഷെ ടോൺ ഇപ്പൊ മാറി വരുന്നുണ്ട്. അതുകൊണ്ട് മാന്യമായിട്ട് നമുക്കത് മുമ്പോട്ട് പോവുക, രാജ്യത്തിനൊപ്പം നിൽക്കുക. രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രീയമല്ല. നിങ്ങൾ ഇപ്പൊ തൽക്കാലത്തേക്ക് കോൺഗ്രസിനെ അധികാരത്തിലേറ്റുകൊണ്ട് ഇവിടെ ഒരു ചേഞ്ചും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളുടെ ഇഷ്ടമാണ് രാഷ്ട്രീയത്തിൽ ആരെ കയറ്റുന്നു, കോൺഗ്രസിനെ കയറ്റുമോ കമ്മ്യൂണിസ്റ്റിനെ കയറ്റുക, നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ രാഷ്ട്രീയത്തിന് വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യരുത്, രാഷ്ട്രീയം കളിക്കരുത്. ഇത് പിന്നെ BJPയിലോട്ട് വോട്ട് ഒഴുകുമെന്ന് കണ്ടതുകൊണ്ടോ ഇല്ല LDFിലേക്ക് വോട്ട് ഒഴുകുമെന്ന് കണ്ടതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പണി കോൺഗ്രസിന് വിട്ടുവേല ചെയ്യുകയാണ്. ഈ പണി മുമ്പോട്ട് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് അഭികാമ്യം. ഇനി അങ്ങനെ കൊണ്ടുപോയാലും വിരോധമൊന്നുമില്ല. കാരണം ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എവിടെ നിൽക്കുന്നത്. പക്ഷെ തറപ്പണി കാണിക്കരുത്. അതായത് രാഷ്ട്രീയം ഇലക്ഷൻ എടുക്കുമ്പോഴത്തേനും കഴിഞ്ഞ ഇലക്ഷന് മണിപ്പൂരും പൊക്കിക്കൊണ്ടു. ഇന്നിപ്പോ മണിപ്പൂരും മിണ്ടുന്നില്ല. കാരണം ഇപ്പൊ അതിന്റെ പിക്ചർ ഇവിടെയും കിട്ടി എല്ലാവർക്കും. പൗരത്വ ഭേദഗതി പറയും, മുസ്ലിമിനെ പുറത്താക്കും, ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങളുടെ സഹോദരന്മാരെ പുറത്താക്കാനും പറഞ്ഞിട്ട് ഇവരെല്ലാം ഇറങ്ങി. ഏത് സഹോദരനെയാണോ ഇവിടുന്ന് പുറത്താക്കിയത്? ഇല്ല, പലരും പുറത്താക്കുക ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇതും കൊണ്ട് വന്നിരിക്കുകയാണ് ഉടായ്പ്. കേരളം എന്ന് പറയുന്നത് ഈ കൊച്ചു സ്റ്റേറ്റിൽ മാത്രം ഈ 2-3 പേര് കുഴലുകുത്തുകയും കുറെ മാധ്യമങ്ങൾ ഇതിനെ അങ്ങോട്ട് പൊലിപ്പിച്ച് കാണിക്കുകയും, പിന്നെ ഇപ്പൊ എന്താണ് മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാത്തത്? ഇപ്പൊ എന്താണ് ഇവര് മതമേലധ്യക്ഷന്മാർ കിടന്ന് തുള്ളാത്ത? എന്താണ് തുള്ളാൻ കഴിയില്ല. കാരണം അവരുടെയൊക്കെ കമന്റ് ഞാൻ പോയി കണ്ടതാണ്. ഇവരൊക്കെ നടന്ന പ്രസ്താവന, താഴെ വരുന്ന തെരുവിളി, അതിൽ ഒരാള് പോലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നുള്ളതാണ്. അത് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യൻ വിശ്വാസികളാണ്. അവരാണ് ഇവർക്കെതിരെ വരുന്നത്. കാരണം ബോധമുള്ളതിന് മനസ്സിലാകില്ലേ?
തീവ്രവാദികളെ സഹായിക്കാൻ ഫണ്ട് എത്തുന്നത് തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. അതിന് നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? സ്വാഭാവികമല്ലേ? നിങ്ങൾ അപ്പോൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ എന്തിനു പേടിക്കണം എന്ന് ചോദിക്കുന്നത് സ്വാഭാവികമല്ലേ? ധനുഷ് ഒരു കള്ളത്തരം ചെയ്യുന്നില്ല എങ്കിൽ ധനുഷ് പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ധനുഷ് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ശരിക്കും ഇത് പ്രശ്നം ഉണ്ടാക്കേണ്ട ആരാണെന്നറിയാമോ? ഈ മണിപ്പൂരിലും മറ്റുമൊക്കെ ഫണ്ട് എത്തിക്കുന്നവരല്ലേ പ്രശ്നം ഉണ്ടാക്കേണ്ടത്. അവർ മിണ്ടുന്നില്ലല്ലോ. അവരല്ലേ ശരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതായത് ഇവരാണോ അങ്ങോട്ടേക്ക് ഫണ്ട് എത്തിക്കുന്നത്? അങ്ങനെ സംശയം വരില്ലേ? നിങ്ങൾ ഈ ബഹളം വെക്കുന്നതിന്റെ കാര്യം എന്താണ്? നിങ്ങൾക്ക് സംശയം ഉണ്ടായത് ദൂരീകരിക്കാനായിട്ട് അവർ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ സംസാരിക്കുക, ദൂരീകരിക്കുക എന്ന് കരുതിയിട്ട് ഇപ്പൊ ഓരോ നിയമം വരുമ്പോഴും ഇപ്പോൾ ഓരോ മതസംഘടനകൾ രംഗത്തിറങ്ങുക, ഏക സിവിൽ കോഡ് വരുന്നു, അത് ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളുടെ ശരിയായ നിയമം വേണം ഇവിടെ നടപ്പാക്കാൻ എന്ന് പറഞ്ഞു. ഉടനെ സർക്കാർ പേടിച്ച് വിറച്ച് ശരിയായ നിയമം മതി ഇന്ത്യയിൽ എന്ന് പറയുക. അതുപോലെ സിഖുകാർ വരുന്നു, അവർ പറയുകയാണ് ഇനി നാളെ മുതൽ എല്ലാവരും ഇന്ത്യയിൽ തലപ്പാവ് ധരിച്ചിറങ്ങണം, അതാണ് ഞങ്ങളുടെ നിയമം, അത് നടപ്പാക്കണം എന്ന് പറയാം. എന്ത് വെള്ളരിക്കപ്പെട്ടണോ? അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇവർക്ക്. ഞാൻ പറഞ്ഞില്ല, 2014 അപ്രതീക്ഷിതമായിട്ട് നരേന്ദ്രമോദി വന്നുപോയി. അതാണ് ഇവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ലക്ഷ്യങ്ങളും തകർത്തത്. ഇവർക്ക് എല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായ അജണ്ടകളും ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ആ ലക്ഷ്യങ്ങൾ പാളിപ്പോയത് 2014 നരേന്ദ്രമോദി വന്നതുകൊണ്ട് മാത്രമാണ്. ആ ചൊറിച്ചിലിന്റെ അവസാനത്തെ ഞരക്കങ്ങളാണ് നമ്മളിപ്പോ കേൾക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ആ ഞരക്കം തീരും. ഇനി ഒരിക്കലും ഞരങ്ങാനുള്ള സ്കോപ്പ് ഇല്ല ഇവിടെ. കാരണം ജനത്തിന് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങുന്നുണ്ട്.